തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലെ മത്സരചിത്രം ഇന്ന് വ്യക്തമാകും. നാമനിർദ്ദേശ പത്രികകൾ പകൽ 3 മണിവരെ പിൻവലിക്കാം. അതിനുശേഷമായിരിക്കും ഭരണാധികാരികൾ സ്ഥാനാർത്ഥികളുടെ അന്തിമ പട്ടിക പ്രസിദ്ധീകരിക്കുന്നത്. വിവരങ്ങളുമായി ആതിര രാധാകൃഷ്ണൻ ചേരുന്നുണ്ട്. ആതിര, ഈ തെരഞ്ഞെടുപ്പ് ചൂട് സജീവമാകുന്ന ഒരു സാഹചര്യത്തിലാണ് ഇന്നൊരു ചിത്രം തെളിയുന്നത്. സംസ്ഥാനത്തിനാകമായി എത്രത്തോളം സ്ഥാനാർത്ഥികൾ സജീവമായി മത്സരരംഗത്തുണ്ട് എന്നാണ്. ഇതിനപ്പുറത്തേക്കാണ് മുന്നണികൾക്ക് തലവേദനയായി ഈ വിമതരും കൂടെയുള്ളത്. വിമതർക്ക് പല മുന്നണി നേതാക്കന്മാരും മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു, പാർട്ടിയിൽ തന്നെ ഉണ്ടാവില്ല പാർട്ടിക്കെതിരെ മത്സരിച്ചാൽ. എന്താണ് സംസ്ഥാനത്തിൻ്റെ ഒരു ചിത്രം? 3 മണിയോടുകൂടി ഏകദേശ ചിത്രങ്ങൾ അറിയാൻ കഴിയുമോ? ഔദ്യോഗികമായി ഇത് പുറത്തുവിടുന്നത് എപ്പോഴാണ്? രാജേഷ്, സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഒരു ആവേശമൊക്കെ അങ്ങ് കൊട്ടിക്കയറുകയാണ്. കാരണം ഇനി അധിക ദിവസങ്ങളില്ല. ഏകദേശം ഇന്നത്തോടുകൂടി എത്രത്തോളം സ്ഥാനാർത്ഥികൾ മത്സര രംഗത്തുണ്ട് എന്നത് സംബന്ധിച്ച് ഒരു പൂർണ്ണമായ ചിത്രം തെളിയും. കാരണം ഇന്നാണ് സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാനുള്ള അവസാന തീയതി. ഇന്ന് 3 മണിയോടുകൂടി തന്നെ 3 മണിവരെ സ്ഥാനാർത്ഥികൾക്ക് ഈ പത്രിക പിൻവലിക്കാനുള്ള ഒരു അവസരമുണ്ട്. അതിനുശേഷമായിരിക്കും വരണാധികാരികൾ ഈ സ്ഥാനാർത്ഥികളുടെ ഒരു ചിത്രം സംബന്ധിച്ച്, അല്ലെങ്കിൽ സ്ഥാനാർത്ഥികൾ എത്ര പേരുണ്ട് എന്നത് സംബന്ധിച്ച് വിവരങ്ങളും രേഖകളും ഒക്കെ തന്നെ പുറത്തുവിടുക. പ്രധാനമായും ഈ അന്തിമ പട്ടിക പ്രസിദ്ധീകരിക്കുന്നത് റിട്ടേണിംഗ് ഓഫീസറുടെ കാര്യാലയത്തിലും പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, നഗരസഭ എന്നിവിടങ്ങളിലായിട്ടാണ് മത്സരാർത്ഥികളുടെ പേരുകൾ ഉൾപ്പെടെ ഏതായാലും പ്രസിദ്ധീകരിക്കുക. ഈ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചതിന് ശേഷം സൂക്ഷ്മ പരിശോധന ഉൾപ്പെടെ പൂർണ്ണമായിരുന്നു. അതിനുശേഷം തന്നെ ഏകദേശം ഒരു ചിത്രം തെളിഞ്ഞ് ഏകദേശം ഒരു സ്ഥാനാർത്ഥികൾ എത്ര പേരുണ്ട് എന്നത് സംബന്ധിച്ചൊരു വിവരമൊക്കെ തന്നെ ലഭിച്ചിരുന്നു. ഏതായാലും അന്തിമ പട്ടിക, അല്ലെങ്കിൽ ഒരു പൂർണ്ണമായ തോതിൽ എത്ര സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നുണ്ട് എന്നത് സംബന്ധിച്ചുള്ള വിവരമൊക്കെ തന്നെ ഈ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാനുള്ള ഇന്നത്തെ ഈ ദിവസം കൂടി കഴിയുമ്പോഴായിരിക്കും പൂർണ്ണമായും ഈ ചിത്രമൊക്കെ തന്നെ പുറത്തുവരിക. അത് മാത്രമല്ല, ഈ ബാലറ്റ് വോട്ടിംഗിന്റെ കാര്യങ്ങളൊക്കെ തന്നെ 26-ാം തീയതി മുതലായിരിക്കും ഇത് സംബന്ധിച്ച അപേക്ഷകളൊക്കെ തന്നെ വരണാധികാരികൾക്ക് നൽകാനുള്ള ഒരു സമയമൊക്കെ തന്നെ ആരംഭിക്കുക. നിലവിൽ ഏതായാലും സംസ്ഥാനത്തെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഒരു പ്രചരണമൊക്കെ തന്നെ ആവേശത്തോടുകൂടി നടക്കുകയാണ്. പക്ഷെ അപ്പോഴും ഈ വിമത ശല്യം ഇപ്പോഴും സംസ്ഥാനത്തുണ്ട്. അതിന് കർശനമായിട്ടുള്ള മുരളീധരൻ ഉൾപ്പെടെ കർശനമായിട്ടുള്ള ഒരു താക്കീത് ഈ വിമതർക്ക് നൽകിയിട്ടുമുണ്ട്. പക്ഷേ ഏതൊക്കെ തന്നെ ആയാലും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കളം പിടിക്കാൻ മുന്നണികളും നിലവിൽ ഒരുങ്ങുകയാണ്. ഏതായാലും ഇന്നത്തോടുകൂടി ഈ സ്ഥാനാർത്ഥികളുടെ ഒരു പേര് സംബന്ധിച്ച്, അല്ലെങ്കിൽ സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റ് സംബന്ധിച്ച ഒരു വിവരം ഇന്നത്തോടുകൂടി ഏതായാലും ഉണ്ടാകും. 3 മണിവരെയാണ് ഈ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാനുള്ള ഒരു സമയപരിധി. ഏകദേശം നാളെയോടുകൂടി പൂർണ്ണമായൊരു ചിത്രം, എത്ര സ്ഥാനാർത്ഥികളുണ്ട് എന്നത് സംബന്ധിച്ചൊരു പൂർണ്ണമായ ചിത്രം നാളെയോടുകൂടിയായിരിക്കും വ്യക്തമാകുക. ആതിരയാണ് വിശദാംശങ്ങൾ തന്നത്. തെക്കൻ കേരളത്തിലെ കാര്യങ്ങളും തലസ്ഥാനത്തെ കാര്യങ്ങളുമാണ് പങ്കുവച്ചത്.